കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമുക്കിതാ ഒരു ഗ്ലാസും ബോട്ടിലും എടുക്കാം. അതിനുശേഷം ഈ ബോട്ടിൽ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കട്ട് ചെയ്തൊരു ഫ്ലവർ ഷേപ്പായിട്ട് നമ്മൾ ഈ ഒരു ബോട്ടിൽ പീസ് ഒന്ന് കട്ട് ചെയ്യാണ് കേട്ടോ. ഇനിയിപ്പോൾ ഫ്ലവറായിട്ട് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്കത് സാധാരണ ഒരു റൗണ്ട് പീസ് പോലെ കട്ട് ചെയ്ത് എടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും ഒരു ഫ്ലവർ പോലെ ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്ത് നിന്നുണ്ട്. അപ്പോൾ നല്ല ഭംഗിയാണ് അതിൻ്റെ ഒരു ലുക്ക് കാണാനായിട്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതേപോലെ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇനി സെൻറ്ററിൽ നമ്മൾ ഒരു ഹോളും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം ഗ്ലാസ് എടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യുക. അതിനായിട്ട് സാനിറ്റൈസർ വെച്ച് ക്ലീൻ ചെയ്താൽ പെട്ടെന്ന് ക്ലീൻ ആവും കേട്ടോ. ഇനി അതിലോട്ട് ഞാൻ കുറച്ച് ലീഫും അതുപോലെ ഫ്ലവേഴ്സൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് ബീഡ്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ടാപ്പ് വാട്ടർ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നമ്മൾ സാധാരണ വെള്ളമില്ലേ അതാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ബോട്ടിൽ കൊണ്ട് ചെയ്തെടുത്ത് അതെടുത്തിട്ട് ഒരു തുണി ഇതേപോലെ തിരി പോലെ അങ്ങ് ആക്കി കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ആ എണ്ണയിലൊന്ന് മുക്കി കൊടുക്കുക. ഓയിലാണ് ഇത്. എന്നിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇത് ഞാൻ പപ്പടം വറുത്ത് ബാക്കി വന്ന കളയാൻ വെച്ച ഓയിലാണ് കേട്ടോ. അതിനുശേഷം ഓയിൽ ഇതിന് മുകളിലോട്ട് ഒഴിച്ച് കൊടുക്കാറുണ്ട്. നമ്മൾ ഫ്ലവർ പോലെ ഉണ്ടാക്കിയത് അതിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് ലൈറ്റ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ അടിപൊളി കാൻഡിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ദീപാവലിയാണ് ഇന്ന്, അതേപോലെ തന്നെ ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ വരികയാണ്. അപ്പോൾ ഒക്കെ നമുക്ക് കാൻഡിൽസ് ഡെക്കറേറ്റ് ചെയ്യാം അല്ലേ. നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിലൊക്കെ കാൻഡിൽസ് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കാണുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി. ഇനിയും വേറൊരു മെത്തേഡും കൂടി ഉണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇതിനേക്കാളും കളർഫുള്ളായിട്ടുള്ള കാൻഡിൽസ് ഉണ്ടാക്കുന്ന മെത്തേഡും നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഇതാണ്. ഇനി വേറൊരെണ്ണം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ സീഷെൽസാണ് കേട്ടോ ഇതിലിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരു വേറൊരു ലുക്കാണ് കേട്ടോ. ഇനി വേറൊരു മെത്തേഡ് കാണിച്ചു തരാം. അതിനായിട്ട് കാലിയായിട്ടുള്ള കുറച്ച് പെയിൻറ്റ് ബോട്ടിൽസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് നേരത്തെ പോലെ തന്നെ. അപ്പോൾ ഒരു 90% വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള പെയിൻറ്റ് എടുത്തിട്ട് ഓരോ ബോട്ടിലായിട്ട് അങ്ങ് കലക്കി കൊടുക്കുക കേട്ടോ. അപ്പം ഞാനിവിടെ കുറച്ച് ഫ്ലൂറസൻറ്റ് കളേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. പിങ്ക്, ഗ്രീൻ, ബ്ലൂ, അങ്ങനെ യെല്ലോ, അങ്ങനെ ഫ്ലൂറസൻറ്റ് കളേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് ഞാൻ ചെയ്തിട്ടുണ്ട്. വീഡിയോയിൽ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതേപോലെ അങ്ങ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ യൂസ് ചെയ്ത് ബാക്കി വന്ന ഓയിൽ അങ്ങ് ഇതിന് മുകളിലോട്ട് ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ പോലെ തിരി ഉണ്ടാക്കിയിട്ട് ഇതിന് മുകളിലോട്ട് അങ്ങ് വെച്ച് കൊടുത്തിട്ട് ലൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാൻഡിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കളർഫുൾ ആയിട്ടുള്ള വെറൈറ്റി കാൻഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ലൈറ്റ് കത്തുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ എങ്ങനെയുണ്ട്? നല്ല രസമല്ലേ കാണാനായിട്ട്. അപ്പോൾ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കാൻഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഫോട്ടോയിലാണ് കേട്ടോ കുറച്ചുകൂടി നല്ല ഭംഗിയായിട്ട് കാണുന്നത്. റിയൽ ആയിട്ടുള്ള ലുക്ക് വീഡിയോ കാണുന്നതിനുള്ള കുറച്ചുകൂടെ ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇത് വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. ഞാനിങ്ങനത്തെ കുറേ ഉണ്ടാക്കിയിട്ടുണ്ട്. 2-3 ഫോട്ടോസും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും വരുവരേക്കും ബൈ ബൈ.